പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. പുസ്തക ആസ്വാദനം. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യക്ഷി. കോളേജ് പ്രൊഫസറായ ശ്രീനിവാസൻ കെമിസ്ട്രി ലാബിൽ പരീക്ഷണം നടത്തുന്നതിനിടയിൽ ആസിഡ് ഫ്ലാസ്ക് പൊട്ടി അപകടം സംഭവിക്കുകയും അദ്ദേഹത്തിൻ്റെ മുഖം വികൃതമാക്കപ്പെടുകയും ചെയ്യുന്നു. സുന്ദരനും സുമുഖനുമായ ശ്രീനിവാസന് തൻ്റെ വൈരൂപ്യം താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. ആ വൈരൂപ്യത്തിൽ നിന്നുകൊണ്ട് ശ്രീനിവാസൻ്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളെ ഒരു സൈക്കോളജിക്കൽ ത്രില്ലറിലൂടെ അവതരിപ്പിക്കുന്ന നോവലാണ് ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യക്ഷി. ശ്രീനിവാസന് സംഭവിച്ച അപകടത്തിൽ അയാളുടെ മുഖത്തിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അദ്ദേഹം സ്നേഹിച്ചിരുന്ന, വിവാഹം വരെ എത്തിയിരുന്ന പെൺകുട്ടി ശ്രീനിവാസനെ വേണ്ട എന്നു പറഞ്ഞ് ഒഴിവാക്കുന്നു. അത് അദ്ദേഹത്തെ മാനസികമായി തളർത്തി. അതു മാത്രമല്ല, അത്രയും നാൾ കോളേജിലെ എല്ലാവരുടെയും ആരാധനാപാത്രമായിരുന്ന താൻ അവരുടെ മുന്നിൽ പരിഹാസപാത്രമായി മാറേണ്ടി വന്നതും ശ്രീനിവാസൻ്റെ മനസ്സിനെ സങ്കടത്തിലാക്കി. ഇതിൽ നിന്നൊക്കെ ആശ്വാസം കിട്ടാനാണ് ശ്രീനിവാസൻ യക്ഷികളെക്കുറിച്ച് അന്വേഷിക്കാനിറങ്ങിയത്. ആ സമയത്ത് സുന്ദരിയായ രാഗിണി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. രാഗിണി ശ്രീനിവാസനെ പ്രണയിച്ചത് ആത്മാർത്ഥമായി തന്നെയായിരുന്നു. എന്നാൽ സുന്ദരിയായ രാഗിണി വിരൂപനായ ശ്രീനിവാസനെ പ്രണയിച്ചത് അയാൾ സംശയത്തോടെയാണ് കണ്ടത്. തൻ്റെ മനോഹര മുഖത്തെ പ്രണയിച്ച വധുവാകാനിരുന്നവൾ പോലും തൻ്റെ മറ്റൊരു മുഖത്തെ വെറുത്തു. ആ സ്ഥിതിക്ക് രാഗിണിക്ക് തന്നെ പ്രണയിക്കാനാകുമോ എന്നായിരുന്നു ശ്രീനിവാസൻ്റെ സംശയം. പ്രണയത്തിലൂടെ വശീകരിച്ച് തൻ്റെ രക്തമൂറ്റിക്കുടിക്കാൻ എത്തിയ യക്ഷിയാണ് രാഗിണി എന്ന് ശ്രീനിവാസൻ ബലമായി വിശ്വസിച്ചു. രാഗിണിയുടെ മുന്നിൽ തൻ്റെ പൗരുഷം നഷ്ടപ്പെടുന്നതും അവൾ യക്ഷിയായതുകൊണ്ടാണോ എന്ന സംശയത്തിലേക്ക് നയിച്ചു. ആ സംശയങ്ങൾ അയാളെ ഭ്രാന്തനാക്കി. അദ്ദേഹത്തിൻ്റെ ആ ഭ്രാന്തുകൾ വായനക്കാരെയും കൂടി രാഗിണി യക്ഷിയാണോ മനുഷ്യശ്രീയാണോ എന്ന സംശയത്തിലേക്ക് തള്ളിവിടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശ്രീനിവാസൻ്റെ ന്യൂനതകൾ അയാളെ അങ്ങനെയൊരു സംശയത്തിലേക്ക് നയിക്കുകയായിരുന്നു. താൻ വിരൂപനാണ്, പൗരുഷം ഇല്ലാത്തവനാണ് എന്നൊക്കെ അയാൾക്ക് വിശ്വസിക്കാൻ പ്രയാസമാകുന്നു. തനിക്ക് കുറവുകളൊന്നുമില്ലെന്ന് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കുറ്റങ്ങൾ രാഗിണിയിൽ ചാർത്തുന്നത്. അവൾ യക്ഷിയായതുകൊണ്ടാണ് താൻ കുറവുള്ളവനായത് എന്ന ശ്രീനിവാസൻ്റെ തോന്നലുകൾ അക്ഷരങ്ങളിലൂടെ വായനക്കാരിലെത്തിയപ്പോൾ ഭയം, ആഗ്രഹം, പുരുഷത്വം എന്നിവയെക്കുറിച്ചുള്ള സമർത്ഥവും സമഗ്രവുമായ പര്യവേഷമായി യക്ഷി എന്ന നോവൽ മാറി. നമ്മൾ ഉൾപ്പെടുന്ന ഇന്നത്തെ സമൂഹത്തിലെ പല വ്യക്തിത്വങ്ങളും തങ്ങളുടെ കുറവുകൾ മൂടിവെക്കാൻ വേണ്ടി പഴി മറ്റുള്ളവരിൽ ചാർത്തുന്നവരാണ്. യാഥാർത്ഥ്യവും കാൽപ്പനികതയും നിറഞ്ഞ ഈ നോവലിലൂടെ മലയാറ്റൂർ വിളിച്ചു പറഞ്ഞതും മനുഷ്യരുടെ ആ സ്വഭാവ വൈകൃതത്തെ തന്നെയാണ്. നന്ദി.